ഹായ്, ഇന്ന് നമ്മൾ മിനി പാൻകേക്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് എഗ്ഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് എഗ്ഗ് വൈറ്റും യെല്ലോവും രണ്ടാക്കി എടുക്കണം. 2 എഗ്ഗും ഒരുമിച്ചൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാതെ ഓരോ എഗ്ഗും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഗ്ഗിന് എന്തെങ്കിലും കേടോ അങ്ങനെ എന്തുണ്ടെങ്കിലും അത് നമുക്ക് സ്പോയിൽ ചെയ്യാതെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ആദ്യത്തെ എഗ്ഗിൻ്റെ വൈറ്റും യെല്ലോവും നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ തന്നെ രണ്ടാമത്തെ എഗ്ഗും സെപ്പറേറ്റ് ചെയ്തിട്ട് 2 ബൗളിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതൊരു അരിപ്പ പാത്രത്തിലേക്കാണ് ആദ്യം ഇടുന്നത്. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ച് എടുത്ത് വെക്കാം കേട്ടോ. ഇനി എടുത്ത് വെച്ചിട്ടുള്ള 2 എഗ്ഗിൻ്റെ വൈറ്റിലേക്ക് നമുക്ക് വനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. നമുക്കിത് ഫോർക്ക് വെച്ചിട്ടും ചെയ്യാം. ബീറ്റർ വെച്ചിട്ടാകുമ്പോൾ ഒച്ചും കൂടെ നല്ല രീതിയിൽ ബീറ്റായി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ ടീസ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇടയിലായിട്ട് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് എഗ്ഗിൻ്റെ യെല്ലോ കൂടെ ചേർത്ത് കൊടുക്കാം. ഒപ്പം ഒരു 1/4 ഗ്ലാസ് മിൽക്ക് കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. നല്ലപോലെ മിക്സായി വന്നതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഫോൾഡ് ആൻഡ് കട്ട് മെത്തേഡിൽ മിക്സ് ചെയ്തിട്ടെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ മിക്സ് ചെയ്ത് നമ്മൾ ഭയങ്കര തിക്കും അല്ലെങ്കിൽ നല്ല ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമ്മൾ ഈ ഒരു പാൻ കേക്കിൻ്റെ ബാറ്റർ എടുക്കണം. ശേഷം പാൻ അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ ബാറ്റർ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാൻ കേക്ക് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. തീ ഒരുപാട് കൂടിപ്പോകരുത്. ഒരുപാട് തീ കൂടിപ്പോയാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം കുക്ക് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ നമ്മളെ പാൻ കേക്ക് റെഡിയാണ്. മറിച്ചിട്ടതിന് ശേഷം ഒരു മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോഴേക്കും പാൻ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.